ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ഷൻ ഇമാജിനറി റൂട്ട്സ് ഓഫ് ഇക്വേഷൻ വിത്ത് റിയൽ കോഎഫിഷ്യൻസ്. ആൻഡ് ഈ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു തിയറത്തിലാണ്. അപ്പോൾ ആ തിയറം എന്താണെന്ന് നമ്മൾ അറിയും മുന്നേ നമുക്ക് ആ തിയറത്തിന് ആവശ്യമായ കുറച്ച് പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം തിയറത്തിലേക്ക് വരാം. ആ പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണെന്ന് എനിക്കറിയാം, എന്നാലും നമുക്കൊന്നും കൂടി അതൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് a+bi ആയിരിക്കും, അല്ലേ? ഏതൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് a+bi ആയിരിക്കും. വേർ ദിസ് a റിപ്രസെൻറ്റ് ദ റിയൽ പാർട്ട് ആൻഡ് b റിപ്രസെൻറ്റ് ദ ഇമാജിനറി പാർട്ട്. Okay, now we have to find the conjugate of this complex number a+bi. ഈ a+bi എന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. And the conjugate of a+bi is obtained by changing the sign of its imaginary part. ഇപ്പോൾ a+biൻ്റെ കോൺജുഗേറ്റ് കിട്ടണമെങ്കിൽ അതിൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ a+biൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് a-bi ആയിരിക്കും. കാരണം b ആണ് നമ്മുടെ ഇമാജിനറി പാർട്ട്, ബിൻ്റെ സൈൻ പ്ലസ് ആണ്. സോ ഇതിൻ്റെ കോൺജുഗേറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ a+bi is the conjugate of a-bi, and also this a-bi is the conjugate of a+bi. Okay, അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, the conjugate of the set of all real numbers is set of all real numbers. ഓക്കെ, അതായത് നിങ്ങൾ ഏതൊരു റിയൽ നമ്പർ എടുത്താലും ഏതൊരു റിയൽ നമ്പറിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ആ റിയൽ നമ്പർ തന്നെയായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏതെങ്കിലും ഒരു റിയൽ നമ്പർ കൺസിഡർ ചെയ്യുക. സപ്പോസ് a5 belongs to R. അങ്ങനെയാണെങ്കിൽ 5നെ നമുക്ക് എങ്ങനെ റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ദിസ് 5 can be represented as 5 + 0i, അല്ലേ? അങ്ങനെയാണ് ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് 5 - 0i ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ ഏതൊരു റിയൽ നമ്പർ എടുക്കുകയാണെങ്കിൽ ആ റിയൽ നമ്പറിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് റിയൽ നമ്പർ തന്നെയായിരിക്കും. ഓക്കെ, ഇനി സപ്പോസ് ക്യാപിറ്റൽ A and B are two complex number, then a+b conjugate. a+b എന്ന സമ്മിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് a conjugate + b conjugate ആയിരിക്കും. And if we consider the case of the product, then ab conjugate equal to a conjugate into b conjugate ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് തീരത്തിലേക്ക് വരാം. അപ്പോൾ ആദ്യം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇഫ് ആൻ ഇക്വേഷൻ വിത്ത് റിയൽ കോഎഫിഷ്യൻറ്റ് ഹാസ് ആൻ ഇമാജിനറി റൂട്ട് a+bi of multiplicity alpha, it has also the conjugate root a-bi of same multiplicity, or imaginary roots occur in conjugate pair. ഓക്കെ, അതായത് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? സപ്പോസ് വി ഹാവ് എ റിയൽ ഇക്വേഷൻ f of x equal to a0 x raised to n plus a1 x raised to n minus 1 plus etc plus an equal to 0, where this coefficient a0, a1, a2 etc an belongs to R. അപ്പോൾ ഈ കോഎഫിഷ്യൻസ് ഒക്കെ റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷന് ഒരു റിയൽ ഇക്വേഷനാണെന്ന് പറയുന്നത്. ആൻഡ് വി സപ്പോസ് ദാറ്റ് a+bi, this complex number a+bi is a root of f of x of multiplicity alpha. അപ്പോൾ മൾട്ടിപ്ലിസിറ്റി ആൽഫയായിട്ടുള്ള a+bi മൾട്ടിപ്ലിസിറ്റി ആൽഫയായിട്ടുള്ള എഫ് ഓഫ് എക്സിൻ്റെ ഒരു റൂട്ടാണ് a+bi എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ തിയറം പറയുന്നത് ഇഫ് ദിസ് a+bi ഈസ് എ റൂട്ട് ഓഫ് ദിസ് എഫ് ഓഫ് എക്സ് with multiplicity alpha, then its conjugate a-bi is also a root of this real equation f of x with the same multiplicity. a+bi ഈ എഫ് ഓഫ് എക്സിൻ്റെ ഒരു റൂട്ടാണ് വിത്ത് മൾട്ടിപ്ലിസിറ്റി ആൽഫ ആണെങ്കിൽ ഈ a+biൻ്റെ കോൺജുഗേറ്റ് a-biയും ഈ എഫിൻ്റെ ഒരു റൂട്ടായിരിക്കും വിത്ത് സെയിം മൾട്ടിപ്ലിസിറ്റി ആസ് ദാറ്റ് ഓഫ് a+bi. ഓക്കെ, ഇതാണ് ഈ തിയറം പറയുന്നത്. Or we can say that the imaginary roots occur in conjugate pairs. അതായത് ഈ എഫിന് ഒരു a+bi എന്ന ഒരു റൂട്ട് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ തിയറം അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ കോൺജുഗേറ്റും ഈ എഫിൻ്റെ റൂട്ട് ആയിരിക്കും. അതായത് a-bi ഈസ് ഓൾസോ എ റൂട്ട് ഓഫ് ദിസ് റിയൽ ഇക്വേഷൻ എഫ്. അതായത് ഏതൊരു ഇമാജിനറി റൂട്ട് എടുക്കുകയാണെങ്കിലും അതൊരു കോൺജുഗേറ്റ് പെയർ ആയിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലേ? ഏതൊരു a+bi എടുക്കുകയാണെങ്കിലും a-biയും ഈ എഫിൻ്റെ കോൺജുഗേറ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ദ ഇമാജിനറി റൂട്ട്സ് ഒക്കർ ഇൻ കോൺജുഗേറ്റ് പെയർസ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമുക്കിതിൻ്റെ പ്രൂഫിലേക്ക് വരാം. സോ ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 x raised to n plus
a1 x raised to n minus 1 plus etc. plus an equal to 0 be an equation with real coefficients and having an imaginary root a plus bi of multiplicity alpha. Okay, അങ്ങനെയാണ് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? a minus bi is also a root of this f with the multiplicity alpha എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ സിൻസ് a plus bi is a root of f, we have f of a plus bi equal to 0, and also given that this a plus bia is a root of multiplicity alpha. മൾട്ടിപ്ലിസിറ്റി ആൽഫയായ ഒരു റൂട്ടാണ് എ പ്ലസ് ബി എ എന്ന് പറയുന്നത്. ദെൻ ബൈ ദ ഡെഫിനിഷൻ ഓഫ് മൾട്ടിപ്ലിസിറ്റി വി ഹാവ് എഫ് ഓഫ് എ പ്ലസ് ബി ഐ ഈക്വൽ ടു 0, എഫ് ഡാഷ് ഓഫ് എ പ്ലസ് ബി ഐ ഈക്വൽ ടു 0, എക്സെട്ര അപ് ടു എഫ് റൈസ് ടു ആൽഫ മൈനസ് 1 ഓഫ് എ പ്ലസ് ബി ഐ ഈക്വൽ ടു 0. ബട്ട് എഫ് ആൽഫ ഓഫ് എ പ്ലസ് ബി ഐ നോട്ട് ഈക്വൽ ടു 0. Okay, now here we obtained f of a plus bi equal to 0, f of a plus bi equal to 0, which implies what is our f of x? F of x equal to a naught x raised to n plus a1 x raised to n minus 1 plus etc. plus an equal to 0. Okay, then what is f of a plus bi? F of a plus bi equal to a naught into a plus bi all raised to n plus a1 into a plus bi all raised to n minus 1 plus etc. plus a, and which is equal to 0. Okay, now I take conjugate on both sides. അപ്പോൾ ഈ രണ്ട് സൈഡിലും ഞാൻ കോഞ്ചുഗേറ്റ് എടുക്കുകയാണ്. ഓക്കെ, അപ്പം കോഞ്ചുഗേറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് എന്തായി മാറും? വി വോണ്ട് ടു ഫൈൻഡ് ദ കോഞ്ചുഗേറ്റ് ഓഫ് എ നോട്ട് എ പ്ലസ് ബി ഐ ഓൾ റേസ് ടു എൻ പ്ലസ് എ വൺ ഇൻറ്റു എ പ്ലസ് ബി ഐ ഓൾ റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് എ അല്ലേ? ഈ ഫോമിൻ്റെ മൊത്തമായിട്ടുള്ള കോഞ്ചുഗേറ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം എ പ്ലസ് ബി ഓൾ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് എ കോഞ്ചുഗേറ്റ് പ്ലസ് ബി കോഞ്ചുഗേറ്റ്. സോ ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് ഈ ഇൻഡിവിജ്വൽ ടേംസിൻ്റെ കോഞ്ചുഗേറ്റിൻ്റെ സമ്മായിരിക്കും അല്ലേ? സോ നമുക്കൊരു റാൻഡംലി ഇതിലൊരു എലിമെൻറ്റിനെ ചൂസ് ചെയ്തിട്ട് അതിൻ്റെ കോഞ്ചുഗേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കാം. സോ ഇതിൽ നിന്ന് ഞാൻ സം എ ആർ ഇൻറ്റു എ പ്ലസ് ബി ഐ ഓൾ റൈസ് ടു സം എം എന്ന് എഴുതി. ഓക്കെ, അതായത് ഇതിലുള്ള ഒരു എലമെൻറ്റ് അതിൻ്റെ കോഞ്ചുഗേറ്റ് എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വി ഹാവ് ഇഫ് a and b are complex number, then ab conjugate equal to a conjugate into b conjugate. So this is equal to ar conjugate into a plus bi all raised to m conjugate. Okay, so this is equal to ഈ ar എന്ന് പറയുന്നത് എന്താണ്? ഒരു റിയൽ നമ്പറാണ് അല്ല, എല്ലാ കോയിഫിഷ്യൻസും എഫ് ഓഫ് എക്സിൽ എല്ലാ കോയിഫിഷ്യൻസും എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സാണ്. സോ എ ആർ എന്ന് പറയുന്നത് റിയൽ നമ്പറാണ്. അപ്പോൾ എ ആർ റിയൽ നമ്പർ ആയതുകൊണ്ട് തന്നെ ഏതൊരു റിയൽ നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് ആ സെയിം റിയൽ നമ്പർ തന്നെയായിരിക്കും. സോ എ ആർ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് എ ആർ തന്നെയായിരിക്കും. ആൻഡ് എ പ്ലസ് ബി ഐ ഓൾവേസ് ടു എം കോഞ്ചുഗേറ്റ്, എ പ്ലസ് ബി ഐൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് എ മൈനസ് ബി ഐ ആയിരിക്കും. സോ എ മൈനസ് ബി ഐ ഓൾവേസ് ടു എം. ഇതായിരിക്കും ഒരു എ ആർ ഇൻറ്റു എ പ്ലസ് ബി ഐ ഓൾ റൈസ് ടു എം എന്ന ടീമിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുകയാണെങ്കിൽ ദെൻ വി ഗെറ്റ് എ നോട്ട് ഇൻറ്റു, കാരണം എ നോട്ട് എന്ന് പറയുന്നത് റിയൽ നമ്പറാണ്. സോ അതിൻ്റെ കോഞ്ചുഗേറ്റ് എ നോട്ട് തന്നെ ആയിരിക്കും. എ നോട്ട് ഇൻറ്റു എ മൈനസ് ബി ഐ, എ പ്ലസ് ബി ഐൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് എ മൈനസ് ബി ഐ ആയിരിക്കും. സോ എ മൈനസ് ബി ഐ ഓൾ റൈസ് ടു എൻ പ്ലസ് എ വൺ ഇൻറ്റു എ മൈനസ് ബി ഐ ഓൾ റൈസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ. ഇവിടെ എ നോട്ടും എ വൺ എക്സെട്ര എ എന്നിലൊന്നും ചേഞ്ച് വരാത്തതിൻ്റെ കാരണം എന്താ? അതൊക്കെ റിയൽ നമ്പേഴ്സാണ്. റിയൽ നമ്പേഴ്സിൻ്റെ കോഞ്ചുഗേറ്റ് ആ റിയൽ നമ്പേഴ്സ് തന്നെയായിരിക്കും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു, ആൻഡ് ഹിയർ വി ടേക്ക് ദ കോഞ്ചുഗേറ്റ് ഓഫ് 0. അപ്പോൾ നമ്മൾ 0ൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുകയാണെങ്കിൽ 0 എന്ന് പറയുന്നത് റിയൽ നമ്പറാണ്, അതുകൊണ്ട് തന്നെ 0ൻ്റെ കോഞ്ചുഗേറ്റ് 0 തന്നെയായിരിക്കും. സോ ദിസ് ഈസ് ഈക്വൽ ടു 0.
Now what is a naught into a minus bi all raised to n plus a1 into a minus bi all raised to n minus 1 plus etc plus a. ഇതെന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് എഫ് ഓഫ് എ മൈനസ് ബി ഐ അല്ലേ? എഫ് ഓഫ് എ മൈനസ് ബി ഐ ആണ് ഇത്. സോ വി ഗെറ്റ് ദിസ് എഫ് ഓഫ് എ മൈനസ് ബി ഐ ഈക്വൽ ടു 0. ഓക്കെ, f of a minus bi equal to 0 implies this a minus bi is a root of our real equation f. അല്ലേ? f of a minus bi equal to 0 implies this a minus bi is a root of f. That is, this implies a minus bi is a root of f of x. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? എഫ് എന്ന് പറയുന്ന റിയൽ ഇക്വേഷൻ ആയിരുന്നു. ഈ റിയൽ ഇക്വേഷൻ്റെ ഒരു റൂട്ടാണ് എ പ്ലസ് ബി ഐ എങ്കിൽ ആ എ പ്ലസ് ബി ഐൻ്റെ കോഞ്ചുഗേറ്റ് എ മൈനസ് ബി ഐയും ഈ എഫിൻ്റെ ഒരു റൂട്ടാണെന്ന് കിട്ടി. ഓക്കെ, നൗ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദിസ് എ മൈനസ് ബി ഐ ഈസ് എ റൂട്ട് ഓഫ് മൾട്ടിപ്ലിസിറ്റി ആൽഫ. കാരണം എ പ്ലസ് ബി ഐൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് ആൽഫ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ദിസ് എ മൈനസ് ബി ഐ ഈസ് ഓൾസോ എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് മൾട്ടിപ്ലിസിറ്റി ആൽഫ. ഇതിൽ എ മൈനസ് ബി എന്ന് പറയുന്നത് എഫിൻ്റെ റൂട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ മൈനസ് ബി എ എന്ന ഈ റൂട്ടിൻ്റെ മൾട്ടിപ്ലിസിറ്റി ആൽഫയാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നൗ വി ഹാവ് എഫ് ഡാഷ് ഓഫ് എ പ്ലസ് ബി ഐ ഈക്വൽ ടു 0. കാരണം എ പ്ലസ് ബി ഐ എന്ന് പറയുന്നത് എ റൂട്ട് ഓഫ് മൾട്ടിപ്ലിസിറ്റി ആൽഫയാണ്. അതുകൊണ്ട് തന്നെ എഫ് ഡാഷ് ഓഫ് എ പ്ലസ് ബി ഐ ഈക്വൽ ടു 0 ആണ്. അല്ലേ? ഇതൊക്കെ നമ്മൾ ഇവിടെ എഴുതിയതാണ്. എഫ് ഡാഷ് ഓഫ് എ പ്ലസ് ബി ഐ ഈക്വൽ ടു 0 ആണ്. എക്സെട്ര എഫ് റൈസ് ടു ആൽഫ മൈനസ് 1 ഓഫ് എ പ്ലസ് ബി ഐ ഈക്വൽ ടു 0 ആണ്. അല്ലേ? സോ വി ഹാവ് എഫ് ഡാഷ് ഓഫ് എ പ്ലസ് ബി ഐ ഈക്വൽ ടു 0. നൗ ഐ ടേക്ക് ദ കോഞ്ചുഗേറ്റ് ഓൺ ബോത്ത് സൈഡ്സ്. ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഞാൻ കോഞ്ചുഗേറ്റ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ദിസ് എഫ് ഡാഷ് ഈസ് അഗെയിൻ എ പോളിനോമിയൽ വിത്ത് റിയൽ കോഎഫിഷ്യൻസ്. എഫ് ഡാഷ് എന്ന് പറയുന്നത് വീണ്ടും റിയൽ കോഎഫിഷ്യൻസ് ഉള്ള ഒരു ഇക്വേഷൻ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇഫ് യു ടേക്ക് ദ കോഞ്ചുഗേറ്റ് ഓഫ് എഫ് ഡാഷ് ഓഫ് എ പ്ലസ് ബി ഐ ഇറ്റ് ബിക്കം എഫ് ഡാഷ് ഓഫ് എ മൈനസ് ബി ഐ ആൻഡ് ദ കോഞ്ചുഗേറ്റ് ഓഫ് 0 ഈക്വൽ ടു 0. കാരണം എഫ് ഡാഷ് എന്ന് പറയുന്നത് പോളിനോമിയലാണ് വിത്ത് വേരിയബിൾ എ പ്ലസ് ബി ഐ. അപ്പോൾ ഈ വേരിയബിളിന് എ പ്ലസ് ബി ഐ വേരിയബിൾ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ട് അതിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ ആ എ പ്ലസ് ബി ഐ എ മൈനസ് ബി ഐ ആയിട്ട് മാറും. ബാക്കിയുള്ള കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് അതിനൊരു ചേഞ്ച് ഉണ്ടാവില്ല. സോ ദ കോഞ്ചുഗേറ്റ് ഓഫ് എഫ് ഡാഷ് ഓഫ് എ പ്ലസ് ബി ഐ എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എ മൈനസ് ബി ഐ ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു ദ കോയിഫിഷ്യൻ്റ് ഓഫ് 0. അതെന്ന് പറയുന്നത് 0 തന്നെയായിരിക്കും. ഓക്കെ, എക്സെട്ര വി ഹാവ് എഫ് റൈസ് ടു ആൽഫ മൈനസ് 1 ഓഫ് എ പ്ലസ് ബി ഐ ഈക്വൽ ടു 0. which implies again I take coefficient on both sides. ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് എഫ് റൈസ് ടു ആൽഫ മൈനസ് 1 ഓഫ് എ മൈനസ് ബി ഐ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് ഈ എ മൈനസ് ബി ഐ എന്ന് പറയുന്നത് മൾട്ടിപ്ലിസിറ്റി ആൽഫയായ ഒരു റൂട്ടാണെന്നാണ്. സോ അതിനുവേണ്ടി നമ്മൾ പ്രൂവ് ചെയ്തു എഫ് ഓഫ് എ മൈനസ് ബി ഐ ഈക്വൽ ടു 0, എഫ് ഡാഷ് ഓഫ് എ മൈനസ് ബി ഐ ഈക്വൽ ടു 0, etc. up to f raised to alpha minus 1 of a minus b a equal to 0. Now it remains to show that f alpha of a minus b I not equal to 0. Now our claim is to prove f alpha of a minus b I not equal to 0, so that this a minus b I is a root of multiplicity alpha. അപ്പോൾ നമുക്ക് ഇനി ഇതും കൂടിയാണ് കാണിക്കേണ്ടത്. By our hypothesis, we have f alpha of a plus b I not equal to 0. Since this a plus b I is a root of multiplicity alpha. So, I take, since f raised to alpha of a plus b I not equal to 0, I take f raised to alpha of a plus b I equal to some a plus b I where a and b are not both equal to 0. Okay. ഈ എയും ബിയും രണ്ടും 0 അല്ലാത്ത ഒരു നമ്പർ എ പ്ലസ് ബി ഐനെ ഞാൻ ചൂസ് ചെയ്യുന്നു. ആൻഡ് ഐ ലെറ്റ് എഫ് ആൽഫ ഓഫ് എ പ്ലസ് ബി ഐ ഈക്വൽ ടു എ പ്ലസ് ബി ഐ.
അങ്ങനെയാണെങ്കിൽ again I take the conjugate on both sides, then I get f alpha of a minus bi equal to എ പ്ലസ് ബി ഐൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ റിയൽ പാർട്ടിൻ്റെ സൈൻ ചെയ്ത് കിട്ടുന്ന ഫോം. സോ വിച്ച് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ഐ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. കാരണം നമ്മൾ എനും ബിനും ചൂസ് ചെയ്തത് എ ആൻഡ് ബി ആർ നോട്ട് ബോത്ത് ഈക്വൽ ടു 0. ദർഫോർ ദിസ് എ മൈനസ് ബി ഐ നോട്ട് ഈക്വൽ ടു 0. ദറ്റ് ഈസ് എഫ് ആൽഫ ഓഫ് എ മൈനസ് ബി ഐ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തൊക്കെ കിട്ടി, എ മൈനസ് ബി ഐ ഈസ് എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് and f of a minus ba equal to 0 and f dash of a minus ba equal to 0 etc. f raised to alpha minus 1 of a minus ba equal to 0 but f alpha of a minus ba not equal to 0, which implies this a minus ba is a root of f with multiplicity alpha. Okay, so if a plus bi is a root of a real equation with multiplicity alpha, then a minus bi is also a root of this real equation f with the same multiplicity. That means the complex root of an real equation occur in conjugate pair. അതായത് എ പ്ലസ് ബി ഐ എന്നൊരു റൂട്ട് അതിന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ കോഞ്ചുഗേറ്റ് എ മൈനസ് ബി ഐ എന്ന റൂട്ടും എഫിന് എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് കോംപ്ലക്സ് റൂട്ട് ഒക്കർ ഇൻ കോഞ്ചുഗേറ്റ് പെയർ. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രൂഫ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനിയുള്ളത് നമുക്ക് കുറച്ച് നോട്ട്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, എഫ് ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ വിത്ത് റിയൽ കോഎഫിഷ്യൻറ്റ്, ദെൻ കോംപ്ലക്സ് റൂട്ട്സ് ഒക്കർ ഇൻ കോഞ്ചുഗേറ്റ് പെയർ. അതായത് ഇതാണ് നമ്മൾ തൊട്ട് മുന്നിലുള്ള തീർത്ത് പറഞ്ഞത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ വിത്ത് റിയൽ കോഎഫിഷ്യൻ്റ് ആണെങ്കിൽ അതിൻ്റെ കോംപ്ലക്സ് റൂട്ട് എന്ന് പറയുന്നത് കോഞ്ചുഗേറ്റ് പെയർസിലായിരിക്കും ഒക്കർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇഫ് എ പ്ലസ് ബി ഐ ഈസ് എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ്, ദെൻ ദർ എക്സിസ്റ്റ് ദ കോഞ്ചുഗേറ്റ് ഓഫ് ദിസ് എ പ്ലസ് ബി ഐ, സേ എ മൈനസ് ബി ഐ, വിച്ച് ഈസ് ഓൾസോ എ റൂട്ട് ഓഫ് ദിസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് പോയിന്റ്, ദ നമ്പർ ഓഫ് കോംപ്ലക്സ് റൂട്ട് ഈസ് ഓൾവേസ് ഈവൻ ഇൻ നമ്പേഴ്സ്. ഓക്കെ, അതായത് എഫ് എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ വിത്ത് റിയൽ കോഎഫിഷ്യൻ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആ എഫിൻ്റെ നമ്പർ ഓഫ് കോംപ്ലക്സ് റൂട്ട്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഈവൻ നമ്പർ ആയിരിക്കും. കാരണം ഇഫ് എ പ്ലസ് ബി ഐ ഈസ് എ റൂട്ട് ഓഫ് ദിസ് എഫ് ഓഫ് എക്സ്, നമ്മൾ എ പ്ലസ് ബി ഐനെ ഈ എഫ് ഓഫ് എക്സിൻ്റെ ഒരു റൂട്ടായി എടുക്കുകയാണെങ്കിൽ ഈ എ പ്ലസ് ബി ഐ ഒരു റൂട്ടാണെങ്കിൽ ദെൻ വി ക്യാൻ സേ ദാറ്റ് എ മൈനസ് ബി ഐ ഈസ് ഓൾസോ എ റൂട്ട് ഓഫ് ദിസ് എഫ് അല്ലേ. സോ ഈ ഏതൊരു കോംപ്ലക്സ് റൂട്ട് എടുക്കുകയാണെങ്കിൽ ആ കോംപ്ലക്സ് റൂട്ട് എന്ന് പറയുന്നത് ഒരു പെയറായിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ആ പെയറിൽ എന്ന് പറയുന്ന ആ റൂട്ടും അതിൻ്റെ കോഞ്ചുഗേറ്റും, അപ്പോൾ ആ റൂട്ടും അതിൻ്റെ കോഞ്ചുഗേറ്റും അടങ്ങി ഒരു പെയറായിട്ടായിരിക്കും എല്ലാ കോംപ്ലക്സ് റൂട്ടും എക്സിസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എവരി കോംപ്ലക്സ് റൂട്ട്സ് എക്സിസ്റ്റ് ഇൻ കോഞ്ചുഗേറ്റ് പെയർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടൽ നമ്പർ ഓഫ് കോംപ്ലക്സ് റൂട്ട്സ് ഓഫ് എ റിയൽ പോളിനോമിയൽ എന്ന് പറയുന്നത് ഈവൻ ഇൻ നമ്പേഴ്സ്. ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആയിരിക്കും. കാരണം ഏതൊരു കോംപ്ലക്സ് റൂട്ട് നിങ്ങൾ എടുത്താലും ആ കോംപ്ലക്സ് റൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ കോഞ്ചുഗേറ്റും റൂട്ടായിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ന് പറയുന്നത് അതെപ്പോഴും ഒരിക്കലും ഒരു ഓഡ് നമ്പർ ആവില്ല. ടോട്ടൽ നമ്പർ ഓഫ് കോംപ്ലക്സ് റൂട്ട്സ് എന്ന് പറയുന്നത് അതെപ്പോഴും ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഓക്കെ, നൗ കൺസിഡർ എ പോളിനോമിയൽ വിത്ത് റിയൽ കോഎഫിഷ്യൻറ്റ് എഫ് ഓഫ് എക്സ് സച്ച് ദ ഡിഗ്രി ഓഫ് എഫ് ഈക്വൽ ടു n where this n is an odd number. ഒരു ഓഡ് നമ്പർ ഡിഗ്രി ആയിട്ടുള്ള ഒരു റിയൽ പോളിനോമിയലാണ് എഫ് എന്ന് കരുതുക. ഓക്കെ, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ വിത്ത് റിയൽ കോഎഫിഷ്യൻറ്റ് വിത്ത് ഡിഗ്രി ഓഫ് എഫ് ഈക്വൽ ടു n where this n is an odd number. ഡിഗ്രി ഒരു ഓഡ് നമ്പർ ആയിട്ടുള്ള ഒരു പോളിനോമിയലിനെ കൺസിഡർ ചെയ്യുക വിത്ത് റിയൽ കോഎഫിഷ്യൻറ്റ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദെൻ വി ക്യാൻ സേ ദാറ്റ് ദിസ് പോളിനോമിയൽ എഫ് ഹാസ് അറ്റ്ലീസ്റ്റ് വൺ റിയൽ റൂട്ട്. അങ്ങനെയാണെങ്കിൽ ആ എഫിന് കുറഞ്ഞത് ഒരു റിയൽ റൂട്ട് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അത് മിനിമം ഒരു റിയൽ റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, അത് നമുക്കതൊരു എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കാം. ഇപ്പോൾ നോക്കുക, സപ്പോസ് വി ഹാവ് എ റിയൽ പോളിനോമിയൽ വിത്ത് ഡിഗ്രി ഓഫ് എഫ് ഈക്വൽ ടു ആൻ ഓഡ് നമ്പർ സം 5. ഒരു 5 ഡിഗ്രി ആയിട്ടുള്ള ഒരു പോളിനോമിയലാണ് എഫ് എന്ന് കരുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അപ്പോൾ ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി 5 ആയതുകൊണ്ട് തന്നെ ആ പോളിനോമിയൽ എഫിന് 5 റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യും അല്ലേ. കാരണം ഡിഗ്രി ഓഫ് എഫ് ഈക്വൽ ടു 5 ആണ്, വിച്ച് ഇംപ്ലൈസ് ദർ എക്സിസ്റ്റ് 5 റൂട്ട്സ്
എഫ്. ഈ എഫിന് എന്ന് പറയുന്നത് 5 റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം വി സപ്പോസ് ദാറ്റ് എ പ്ലസ് ബി ഐ ഈസ് എ റൂട്ട് ഓഫ് ദിസ് എഫ്. ഈ എഫിൻ്റെ ഒരു റൂട്ടാണ് എ പ്ലസ് ബി ഐ എന്ന് കരുതുക. അപ്പോൾ ഇതെന്ന് പറയുക എ പ്ലസ് ബി ഐ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് റൂട്ട്സ് ആണ്. അപ്പോൾ ഇഫ് എ പ്ലസ് ബി ഐ ഈസ് എ റൂട്ട്, ദെൻ ഇറ്റ്സ് കോൺജുഗേറ്റ് എ മൈനസ് ബി ഐ ഈസ് ഓൾസോ എ റൂട്ട് ഓഫ് ദിസ് എഫ്. അല്ലേ, എ പ്ലസ് ബി ഐ എന്ന് പറഞ്ഞ ഒരു റൂട്ട് എഫിനുണ്ടെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എഫിൻ്റെ റൂട്ടായിരിക്കും. അതായത് എ മൈനസ് ബി ഐ എന്ന് പറയുന്നത് എഫിൻ്റെ റൂട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ 2 റൂട്ട്സായി എഫിന്. ഓക്കെ, നൗ വി സപ്പോസ് ദാറ്റ് എക്സ് പ്ലസ് വൈ ഐ ഈസ് എ റൂട്ട് ഓഫ് ദിസ് എഫ്. ഇനി അടുത്ത ഞാൻ മറ്റൊരു റൂട്ടിന് എടുക്കുകയാണ്. എക്സ് പ്ലസ് വൈ ഐ എന്ന് പറയുന്നത് എഫിൻ്റെ ഒരു റൂട്ടാണെന്ന് കരുതുക. അങ്ങനെയാണ്, സിൻസ് ദിസ് ഈസ് എ കോംപ്ലക്സ് നമ്പർ, ഇറ്റ്സ് കോൺജുഗേറ്റ്, ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? എക്സ് മൈനസ് വൈ ഐ. ദിസ് എക്സ് മൈനസ് വൈ ഐ ഈസ് ഓൾസോ എ റൂട്ട് ഓഫ് എഫ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് 4 റൂട്ട്സായി, 1 2 3 4. ഓക്കെ, ആൻഡ് നമുക്കറിയാം ഈ എഫിന് ഡിഗ്രി 5 ആയതുകൊണ്ട് തന്നെ ഈ എഫിന് 5 റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യും. അല്ലേ, അപ്പോൾ ഇപ്പോൾ നമുക്ക് 4 റൂട്ട്സായി. ഇനി 5ാമത്തെ റൂട്ടായിട്ട് ഞാൻ പി പ്ലസ് ക്യു ഐ ഞാൻ സപ്പോസ് ചെയ്യാണ്. ദിസ് പി പ്ലസ് ക്യു ഐ ഈസ് എ റൂട്ട് ഓഫ് എഫ്. എഫിൻ്റെ മറ്റൊരു റൂട്ടാണ് പി പ്ലസ് ക്യു ഐ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സിൻസ് ദിസ് പി പ്ലസ് ക്യു ഐ ഈസ് എ കോംപ്ലക്സ് നമ്പർ, ഇറ്റ്സ് കോൺജുഗേറ്റ് ഈസ് ഓൾസോ എ റൂട്ട് ഓഫ് ദിസ് എഫ്. ദാറ്റ് ഈസ് പി മൈനസ് ക്യു ഐ ഈസ് ഓൾസോ എ റൂട്ട് ഓഫ് എഫ്. അല്ലേ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എത്ര റൂട്ട്സ് കിട്ടി? 1 2 3 4 5 6. വി ഗെറ്റ് 6 റൂട്ട്സ് ഫോർ പോളിനോമിയൽ എഫ്. പക്ഷേ ഇതൊരിക്കലും പോസിബിൾ അല്ല. കാരണം എന്താണ്? ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 5 ആണ്. ഡിഗ്രി 5 ആയതുകൊണ്ട് തന്നെ അതിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് 5 ആണ്. മാക്സിമം നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് എന്ന് പറയുന്നത് 5 ആണ്. എക്സിസ്റ്റ് ചെയ്യുന്ന റൂട്ട്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 5 ആണ്. അല്ലേ, പക്ഷേ നമുക്ക് എന്ത് കിട്ടി? നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ 6 റൂട്ട്സ് ഈ എഫിന് എക്സിസ്റ്റ് ചെയ്യുന്ന കിട്ടി. സോ ദിസ് ഈസ് നോട്ട് പോസിബിൾ. ഇതൊരിക്കലും പോസിബിൾ ആയ കാര്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരുപക്ഷെ ഈ 4 റൂട്ട്സ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആവാം, പക്ഷേ അതിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു റിയൽ റൂട്ടായിരിക്കണം. അല്ലാതെ അടുത്തതും കോംപ്ലക്സ് റൂട്ട് ആവുകയാണെങ്കിൽ ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എഫിൻ്റെ ഒരു റൂട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഡിഗ്രി, എഫിൻ്റെ ഡിഗ്രി എന്താണോ ആ ഡിഗ്രിയേക്കാൾ കൂടുതൽ റൂട്ട്സ് എഫിന് എക്സിസ്റ്റ് ചെയ്യും. അതൊരിക്കലും പോസിബിളായ കാര്യമല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, ഇഫ് എഫ് ഈസ് എ polynomial with a real coefficient having a degree n where this n is an odd number, then f has at least one real root. Okay, any real polynomial can be factorized into real, linear and quadratic factors. Okay, ഏതൊരു റിയൽ പോളിനോമിയൽ എടുത്താലും ആ റിയൽ പോളിനോമിയലിനെ നമുക്ക് ലീനിയർ ഫാക്ടേഴ്സിൻ്റെയും അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഫാക്ടേഴ്സിൻ്റെയും പ്രൊഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നോക്കാം. ഇഫ് എ പ്ലസ് ബി ഐ ഈസ് എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ്, we suppose that a plus bi is a root of f of x. Since this a plus bi is a root of f of x, we have x minus a plus bi is a factor of f of x. Okay, and since this a plus bi is a root of f of x, its conjugate a minus bi is also a root of f of x. A minus bi is a root of f of x implies x minus a minus bi is a factor of f of x. Now I take the product of these two factors. ഈ രണ്ട് ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ഞാൻ കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഈസ് എക്സ് മൈനസ് a plus bi into x minus a minus bi, which is equal to, this can be written as x minus a minus bi into x minus a plus bi. Okay, this is equal to, ഈ ഫോം എന്ന് പറയുന്നത്, and I take we can take this x minus a as a. അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്?
സം എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന ഫോമിനകത്ത് അല്ലേ. ഈ എക്സ് മൈനസ് എനെ നിങ്ങളൊരു ടേമായിട്ട് കൺസിഡർ ചെയ്യുക, അതിന് ബി ഐനെ രണ്ടാമത്തെ ടേമായി കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്നാണ്. അപ്പോൾ നമുക്കറിയാം എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് അവർ എ എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ആണ്. സോ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ which is equal to x minus a whole square plus b square. And what is x minus a whole square? X minus a whole square equal to x square minus 2ax plus a square plus b square. Now this x square minus 2ax plus a square plus b square is a quadratic factor of f with real coefficients. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു quadratic factor of f ആണ് വിത്ത് റിയൽ കോയിഫിഷ്യൻറ്റ്. ഓക്കെ, ദാറ്റ് മീൻസ് എനി റിയൽ പോളിനോമിയൽ ക്യാൻ ബി ഫാക്ടറൈസ്ഡ് ഇൻറ്റു റിയൽ ലീനിയർ ആൻഡ് ക്വാഡ്രാറ്റിക് ഫാക്ടേഴ്സ്. നമ്മൾ ഏതൊരു റിയൽ പോളിനോമിയൽ എടുത്താലും ആ റിയൽ പോളിനോമിയലിനെ നമുക്ക് വേണമെങ്കിൽ ലീനിയർ ഫാക്ടേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഈ ക്വാഡ്രാറ്റിക് ഫാക്ടേഴ്സിൻ്റെയും പ്രൊഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എക്സാമ്പിൾ, കൺസിഡർ the polynomial x raised to 4 plus 1 equal to 0. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റൂട്ട്സ്, ഇക്വേഷൻ്റെ റൂട്ട്സ് ഏതൊക്കെയാണ് നമുക്കറിയാം. ഇതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് ഫോർത്ത് റൂട്ട് ഓഫ് -1 ആയിരിക്കും അല്ലേ. കാരണം ഇതെന്നൊരു എക്സ് റേസ് ടു 4 plus 1 equal to 0, that means x raised to 4 equal to -1, which implies the roots of this x raised to 4 plus 1 equal, the roots are the fourth root of -1. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യമായിരിക്കും ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റൂട്ട്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നും ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നില്ല. ഇതിൻ്റെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ എക്സ് റേസ് ടു 4 plus 1ൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് ഫോർത്ത് റൂട്ട് ഓഫ് -1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും റൂട്ട്സ് കണ്ടുപിടിക്കുന്നതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നുകയാണെങ്കിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് ഫോർത്ത് റൂട്ട് ഓഫ് -1 ആയിരിക്കും. ദാറ്റ് ഈസ് ദ റൂട്ട്സ് എന്ന് പറയുന്നത് 1 plus i/√2. അപ്പോൾ 1 plus i/√2 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ റൂട്ട് തന്നെ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് 1 minus i/√2. നെക്സ്റ്റ് -1 minus i/√2. ഈ -1 minus i/√2 ഇതിൻ്റെ റൂട്ടാണെങ്കിൽ ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് ഈ എഫിൻ്റെ റൂട്ടായിരിക്കും. ദാറ്റ് ഈസ് -1 plus i/√2. ഓക്കെ, അപ്പോൾ ഈ 4 എണ്ണമാണ് എക്സ് റേസ് ടു 4 plus 1 equal to 0ൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എക്സ് റേസ് ടു 4 plus 1നെ ഒരു ഇതിൻ്റെ ഒരു ക്വാഡ്രാറ്റിക് ഫാക്ടറിനെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ആൻഡ് നമ്മൾ ഇതിനെ എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എക്സ് റേസ് ടു 4 plus 1നെ എഴുതുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത പോലെ നമ്മളിവിടെ ചെയ്തത് എന്താണ്? ഒരു എഫ് ഓഫ് എക്സ് ഉണ്ടായിരുന്നു. ആ എഫ് ഓഫ് എക്സിൻ്റെ ഒരു കോംപ്ലക്സ് റൂട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ആ കോംപ്ലക്സ് റൂട്ടിൻ്റെ കോഞ്ചുഗേറ്റ്, ഈ കോഞ്ചുഗേറ്റായ എ മൈനസ് ബി ഐ എന്ന മറ്റൊരു റൂട്ടും എടുത്തു. ആൻഡ് നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയ ഈ എ പ്ലസ് ബി ഐന് കറസ്പോണ്ടിങ് ആയ എഫ് ഓഫ് എക്സിൻ്റെ ഫാക്ടറിയും അതിൻ്റെ കോഞ്ചുഗേറ്റിന് കറസ്പോണ്ടിങ് ആയ അതിൻ്റെ ഫാക്ടറിൻ്റെയും പ്രൊഡക്റ്റ് കണ്ടു അല്ലേ. ഇവിടെ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 1 plus i/√2ൻ്റെ കോഞ്ചുഗേറ്റാണ് 1 minus i/√2. സോ നമ്മൾ ഇത് രണ്ടും ആദ്യം കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടർ ഉണ്ടാവും. ആ ഫാക്ടറിൻ്റെയും ഇതിന് കറസ്പോണ്ടിങ് ആയ എഫ് ഓഫ് എക്സിൻ്റെ ഫാക്ടറിൻ്റെയും പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. അതായത് ഈ 1 plus i/√2ന് കറസ്പോണ്ടിങ് ആയ എഫ് ഓഫ് എക്സിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് മൈനസ് 1 plus i/√2 ആയിരിക്കും അല്ലേ. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 1/√2 മൈനസ് i/√2 അല്ലേ. നമ്മൾ ബ്രാക്കറ്റ്സ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ദാറ്റ് ഈസ് എക്സ് മൈനസ് 1 plus i/√2 ഈക്വൽ ടു എക്സ് മൈനസ് 1/√2 മൈനസ് i/√2. ഓക്കെ, ഇൻറ്റു ഈ 1 plus i/√2ൻ്റെ കോഞ്ചുഗേറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയി വരുന്ന എഫ് ഓഫ് എക്സിൻ്റെ ഫാക്ടർ അതെന്ന് പറയുന്നത് എക്സ് മൈനസ് 1 minus i/√2 ആയിരിക്കും. ദാറ്റ് ഈസ് എക്സ് മൈനസ് 1/√2 പ്ലസ് i/√2. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. ദിസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്കറിയാം എക്സ് മൈനസ് എ പ്ലസ് ബി ഐ ഇൻറ്റു എക്സ് മൈനസ് എ മൈനസ് ബി ഐ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2ax പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ.
ആൻഡ് ഫ്രം ദിസ് ഈ വാല്യൂ എയും എൻ്റെയും ബിൻ്റെയും വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കിട്ടും. ദിസ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് റൂട്ട് 2 പ്ലസ് 1. സോറി, എക്സ് സ്ക്വയർ മൈനസ് എക്സ് റൂട്ട് 2 പ്ലസ് 1. ഓക്കെ, ഇനി നമുക്കുള്ള രണ്ട് റൂട്ട്സ് എന്ന് പറയുന്നത് ഈ രണ്ട് റൂട്ട്സാണ്. ആൻഡ് ഈ റൂട്ടിൻ്റെ കോഞ്ചുഗേറ്റാണ് ഈ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൂട്ടിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാക്ടറും ഈ റൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാക്ടറിൻ്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഈസ് വി ഫൈൻഡ് എക്സ് മൈനസ് 1/√2 മൈനസ് I/√2 into this is plus x plus 1/√2 plus I/√2. Okay, and from this equation, and we know that the x minus a plus bi into x minus a minus bi equal to x square minus 2x plus a square plus b square. So we substitute the values of a and b here and we get this product equal to x square plus x root 2 plus 1. Okay, that is the factorization of x raised to 4 plus 1 into real quadratic factor is x raised to 4 plus 1 equal to this x square minus x root 2 plus 1 into then x square plus x root 2 plus 1. ഓക്കെ, അതായത് ഏതൊരു റിയൽ പോളിനോമിയൽ കിട്ടിയാലും ആ റിയൽ പോളിനോമിയലിനെ നമുക്ക് റിയൽ ലീനിയർ ഫാക്ടേഴ്സിൻ്റെയും അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഫാക്ടേഴ്സിൻ്റെയും പ്രൊഡക്റ്റായിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ.